ലക്നൌവിലെ ഒരു ഗുരുകുലത്തിൽ 11 വയസ്സുകാരനായ വിദ്യാർത്ഥി ക്രൂരമർദ്ദനമേറ്റു മരിച്ച സംഭവം അതിക്രൂരവും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ്. ഈ സംഭവത്തിന്റെ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. ഇര കാൺപൂർ സ്വദേശിയായ നരേന്ദ്രകുമാർ ദ്വിവേദിയുടെ മകൻ ദിവ്യാഞ്ച് 11 കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 15 കുട്ടിയെ വേദപഠനത്തിനായി ലക്നൌവിലെ രാമാനുജ് ഭാഗവത് വേദവിദ്യാപീഠ് ഗുരുകുലത്തിൽ ചേർത്തത്. മർദ്ദനം ഗുരുകുലം നടത്തിപ്പുകാരനായ കനയ്യലാൽ മിശ്ര എന്ന സൗരഭ് മിശ്ര 3 ദിവസത്തോളം കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. വിവസ്ത്രനാക്കി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നഗ്നപാതനായി നിർത്തുക, ഭക്ഷണം നൽകാതിരിക്കുക, ബെൽറ്റും വടികളും ഉപയോഗിച്ച് അടിക്കുക എന്നിവ ഇയാൾ ചെയ്തതായി പോലീസ് കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 43 മുറിവുകളും 11 സിഗരറ്റ് പൊള്ളലുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തെളിവ് നശിപ്പിക്കൽ മർദ്ദനമേറ്റു ബോധരഹിതനായ കുട്ടി ഏപ്രിൽ 22 മരിച്ചു. ഇതിനു പിന്നാലെ പ്രതിയും സഹായിയായ ഹർഷിത സോണിയും ചേർന്ന് ഗുരുകുലത്തിലെ CCTV ക്യാമറകളും DVRും തകർത്തു. പിന്നീട് കുട്ടിയുടെ മൃതദേഹം കാറിൽ കൊണ്ടുപോയി കാൺപൂരിലെ വീടിന് സമീപം ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. അറസ്റ്റ് മകൻ ഏണിപ്പടിയിൽ നിന്ന് വീണതാണെന്നാണ് ആദ്യം വീട്ടുകാരെ അറിയിച്ചിരുന്നത്. എന്നാൽ ശരീരത്തിലെ പാടുകൾ കണ്ട വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ വീണ്ടെടുത്തതോടെയാണ് ക്രൂരത പുറം ലോകം അറിഞ്ഞത്. കനയ്യലാൽ മിശ്രയെയും ഹർഷിത സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. കുട്ടി ഗുരുകുലത്തിലെ നിയമങ്ങൾ അനുസരിക്കുന്നില്ലെന്നും വികൃതി കാണിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു ഈ ക്രൂരത. ഉത്തർപ്രദേശ് നിയമസഭാ സ്പീക്കർ സതീഷ് മഹാന കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അറിയിക്കുകയും ചെയ്തു.